ലൈംഗിക അപവാദങ്ങൾ സീരിയൽ സിനിമാ രംഗത്തൊരു പുത്തരിയല്ലാതായി മാറിയിരിക്കുന്നു. ഒരുപാട് അപവാദങ്ങൾ, പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഒരുപാട് അപവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിലും വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളോട് എതിരെയുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, പ്രത്യേകിച്ചും കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന്. അത് ഒരു റയറസ്റ്റ് ആകാത്ത രീതിയിൽ കാര്യങ്ങൾ വളരെ ക്രൂഷ്യലായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നടന്മാരിൽ നിന്ന് അങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ 4-5 വയസ്സിനുള്ള കുട്ടികളോട് അതിക്രമം കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കലാരംഗമൊക്കെ ഇത്ര ശുഷ്കമായി പോവുകയാണ്. ഇത്രയും സാംക്രമിക രോഗം ബാധിച്ച, മാനസികമായിട്ട് സാംക്രമിക രോഗം ബാധിച്ച ആൾക്കാരാണോ കലാകാരന്മാരായി നമ്മൾ ആരാധിച്ചിരുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. പൗർണമി എന്ത് പറയുന്നു? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ കേട്ടത് ലുക്കൌട്ട് നോട്ടീസ്, കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, അയാള് 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതിക്രമിച്ചു എന്നാണ് അവരുടെ മാതാപിതാക്കൾ കൊടുത്തിരിക്കുന്നത്. എന്തോ കുടുംബ വഴക്കിനെ തുടർന്ന് ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുട്ടിക്കൽ ചേച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അദ്ദേഹത്തിന്റെ കോമഡി സ്റ്റാറാണ് അദ്ദേഹം പല നല്ല സാറ്റലൈറ്റ്, അന്ന് സാറ്റലൈറ്റ് ചാനലുകളാണ്. ആ സാറ്റലൈറ്റ് ചാനലിന്റെ കാലത്ത് ഇദ്ദേഹത്തിന്റെ ഷോ കാണാൻ മാത്രം നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഒരു പ്രൈം ടൈമിൽ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ടോട്ടലി എന്റർടൈനർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ കുട്ടിക്കൽ ചേച്ചൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6-7 മാസം മുമ്പാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ അദ്ദേഹം പിടികൊടുക്കാത്തതുകൊണ്ട് തന്നെയും അത് ഒളിവിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് 2 പ്രാവശ്യം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. അതെ, സത്യത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നിവിൻ പോളി കാണിച്ച പോലെ വാ എന്നെ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യും, തെളിവുകൾ കൊണ്ടുവരൂ, തെളിവുകൾ കൊണ്ടുവന്ന് അന്തസ് നെഞ്ചും വിരിച്ച് നോക്കി ഒളിവിലിരിക്കും തോറും ഈ പറയുന്ന പോലെ ഒരുപാട് നടന്മാർ ഒളിവിലിരുന്നിട്ടുണ്ട്. അവരൊക്കെയും ഈ പറയുന്ന നമ്മൾ പ്രശസ്തനായ ഒരു നടൻ, അദ്ദേഹം ചെറുപ്പക്കാരിലെ പ്രശസ്തനായ നടനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ നിവിൻ പോളി അദ്ദേഹം കുറ്റവിമുക്തനായി. പക്ഷേ ഇന്നും കുറ്റവിമുക്തനാകാതെ നടക്കപ്പെടുന്ന ഒരു നടനുണ്ട്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു പറഞ്ഞു, ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല കാരണം പൗർണമിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. പ്രശസ്തനായിട്ടൊരു നടനാണ് അദ്ദേഹം. പക്ഷെ ഒരിക്കലും അത് നിഷേധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഒരിടത്തും തെളിയിക്കാൻ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളി 10 മിനിറ്റ്, എനിക്കൊന്ന് അരമണിക്കൂറിൽ പത്രസമ്മേളനം സപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ആളുകളും ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഈ പറയുന്ന കുട്ടിക്കൽ ചേച്ചതിനെ ഒളിവിലിരിക്കും തോറും ജനങ്ങൾ ചിന്തിക്കുന്നത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഒളിവിലിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ ചലച്ചിത്ര രംഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഇപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി അതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ആളുകൾക്ക് തുറന്നു പറയാനൊരു അവസരം അല്ലെങ്കിൽ ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കാലാകാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായി പലരും പറഞ്ഞ് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യം. പക്ഷെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ടും നടക്കുന്നത് വളരെ സാധാരണമായി കരുതിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി വന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ പോട്ടെ, അതിനെ നമ്മളിവിടെ കൂടുതൽ പരാമർശിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവിടെയും അവസരങ്ങൾ മുതലെടുക്കുക എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ചെറിയ പ്രായം തൊട്ട് അല്ലെങ്കിൽ ഒരു സിനിമാ മോഹമുള്ള, ഇപ്പം ഡയറക്ടേഴ്സ് മാത്രമല്ല അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര്, അപ്പോൾ അവരവരുടെ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പാഷനായിട്ട് എടുത്തുകൊണ്ടോ മറ്റ് പ്രൊഫഷൻ മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഭിനയം അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവർക്ക് അഭിനയം മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു ചിന്താഗതി മാറി. ഈ അഭിനയിക്കാൻ വരുന്നവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, പ്രതികരിക്കാൻ ശേഷിയുള്ളവരാണ്. പക്ഷെ മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷന്റെ കുറവ് അല്ലെങ്കിൽ അതിന് കാശ്, ഇപ്പം ഫീൽഡിൽ പോകുന്നു അല്ലെങ്കിൽ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്ത് സജീവമാവുന്നു, അഭിനയിക്കുന്നു, പൈസ കിട്ടുന്നു. അപ്പം നമുക്കൊരു ഫെയിം ആയാലേ ഒരു സിനിമ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് പരസ്യമായി പറയുന്നില്ലായിരുന്നു എങ്കിൽ പോലും മിക്ക ആളുകൾക്കും രഹസ്യമായിട്ടല്ലെങ്കിലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു കൊച്ചുകുട്ടിയാണ്, വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിക്കാണ് ഇത്തരത്തിലൊരു അതിക്രമം. അത് ഈ പറയുന്ന പോലെ കുട്ടിക്കൽ ചേച്ചത് മാത്രമല്ല, ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഈ പറയുന്ന പോലെ ശ്രീജിത്ത് രവിയുടെ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ ഒരു വൈകൃത സ്വഭാവമുള്ള മാനസികരോഗത്തിന് അടിമയാണെന്നൊക്കെ തെളിവുകളൊക്കെ കാണിച്ചു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത സിനിമകളൊക്കെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കുട്ടികളൊക്കെ എങ്ങനെ അഭിനയിക്കും? പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നത് കള്ളമാണെങ്കിൽ ഒരിക്കലും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിടത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളിൽ തെളിവുകൾ സഹിതം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽ കിടക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നും സ്വയം വിഹരണം നടത്തുന്നു സിനിമാ ഫീൽഡുകളിൽ. എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ വാർത്ത എന്ന് പറഞ്ഞാൽ വിനായകന്റെ കേസ്. വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തുന്നു.
ഇതിൽ ഇവരൊക്കെ ലഹരിക്ക് അടിമകളാണോ, അതോ ഈ സിനിമാ രംഗങ്ങളിൽ നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരൊക്കെ ലഹരിക്ക് അടിമകളായിട്ടാണോ ഈ ഇങ്ങനെയുള്ള അഭിനയ മികവ് കാഴ്ചവെക്കുന്നത്? ലഹരി എന്ന് ഉപയോഗിക്കേണ്ട കാര്യം ശരിക്കും അത് സീരിയസ്ലി പൗർണമി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിന്റെ പേരിലും ലഹരി MDMA എന്നൊക്കെ ഒരു ടാഗ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയെല്ലാം സുരക്ഷാ ഇത്രയെല്ലാം സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഇവിടെ. അത് നിരോധിതമായ ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഒഴുകി ഇവിടെ എത്തുന്നു? എല്ലാവരുടെയും കൈകളിൽ ആവശ്യത്തിലധികം ഈ പറയുന്ന സാധനങ്ങളെല്ലാം സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ സാധനപ്പെടുന്ന നാർക്കോട്ടിക്സിന്റെ ഏറ്റവും അധികം കളികൾ നടക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സിന്റെ കൈകളിലാണെന്ന് പലവട്ടം നമുക്ക് വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പേരിലാണ് ഈ ലൈംഗികതയും ഈ പറയുന്ന സെക്സും ഒക്കെ ഇതിന്റെയൊക്കെ പിന്നാലെ വരുന്ന സാധനങ്ങളാണ്. നമുക്ക് സ്വബോധം ഉണ്ടെങ്കിൽ നമ്മൾ സ്വബോധമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഈ സ്വബോധം ഇല്ലാത്തപ്പം വിനായകന്റെ സത്യത്തിൽ വല്ലാത്ത നാണക്കേടായി പോയി. കാരണം അദ്ദേഹം അത് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം, ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് തുണി ഉരിഞ്ഞു കാണിക്കുക, പച്ച തെറി പറയുക, ഇതൊക്കെ ഒരു സിനിമാ നടന് ടാഗ് ലൈൻ ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ അദ്ദേഹത്തെ ആരാധിക്കുന്നത്. അപ്പം അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോമാളിയായി ഇങ്ങനെ സ്വയം മാറുന്നത്? അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ചെയ്തതിന്റെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ലുക്കൌട്ട് നോട്ടീസ്. പക്ഷെ പോലീസിന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാണോ, അതോ ആരെങ്കിലും അദ്ദേഹത്തെ മനഃപൂർവ്വം സംരക്ഷിക്കുന്നതാണോ? ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു മന്ത്രി നമ്മുടെ പോലീസ് സേനകളിൽ പകുതിയോളം 50% ക്രിമിനലുകളാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇറക്കുകയുണ്ടായി. അത് സത്യം തന്നെയായിരുന്നു. ഒരുപാട് പോലീസുകാരെ ഈ പറയുന്ന പോലെ കൊല്ലിലും കൊലയ്ക്കും പീഡനത്തിനും ഒക്കെ അറസ്റ്റിലാക്കപ്പെട്ട ഒരു കഴിഞ്ഞ വർഷം എനിക്കൊന്ന് 2024 അത്രയും കേട്ടിട്ടില്ല, 2023 22 പോലീസുകാർക്കെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്, പോക്സോ കേസുകൾ ഉൾപ്പെടെ. പക്ഷേ ഈ കേസിൽ വരുമ്പോൾ, അതായത് കലാകാരന്മാരുടെ കേസിൽ വരുമ്പോൾ ഇവർക്ക് ഒരുപാട് സംഘടനകളുണ്ടല്ലോ, അമ്മ, ഫെഫ്ക, മാക്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കലാകാരന്മാർ കൂടിച്ചേരുന്ന ഒരു സംരംഭമാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ കുട്ടികളുണ്ടാവും, പ്രത്യേകിച്ച് മാർക്കോലൊക്കെ ഒരുപാട് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്, മാളികപ്പുറത്ത് ഒരുപാട് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇനി അങ്ങോട്ടുണ്ടാവും സിനിമകളിലൊക്കെ, എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലേ? പണ്ടൊക്കെ നായികമാരെയാണ് കാഴ്ചവെച്ചിരുന്നുള്ളൊരു ഒരു കുപ്രസിദ്ധിയിൽ നിന്ന് ഇനിയിപ്പോൾ കുട്ടികളിലേക്കായി അതിക്രമം എന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം. തീർച്ചയായിട്ടും ഇത് ഇവരുടെ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉള്ളിലെ വൈകൃതങ്ങളെ പുറത്ത് കണ്ടുപിടിച്ച് സ്കാൻ ചെയ്ത് ഇവരെയൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി ഇവർ നല്ല അഭിനേതാക്കളായിരിക്കാം, അതുകൊണ്ടാണല്ലോ ഇതൊന്നും പുറലോകം അറിയാത്തത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരുടെ യഥാർത്ഥ സ്വത്വം പുറത്തു വരുമ്പോഴാണ് അതിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ നല്ല അഭിനേതാക്കളായതുകൊണ്ട് അവർക്കത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും ഒരു പരിധി വരെ. ചില പോയിന്റിൽ ഇവരുടെ സൈക്കിക് ആയിട്ടുള്ള വൈബ് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള വൈകൃതം കുട്ടികളോട് അനാവശ്യം കാണിക്കുന്നവരെ നമ്മൾ സൈക്കോസ് എന്നല്ലത് എന്ത് പറയാനാണ്. നോർമലായിട്ടുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു കുഞ്ഞിനോടും ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കില്ല. പക്ഷെ ഈ പറയുന്ന കലാകാരന്മാര് കള്ളിന്റെ പേരിലായാലും കഞ്ചാവിന്റെ പേരിലായാലും മയക്കുമരുന്നിന്റെ പേരിലായാലും കുഞ്ഞുങ്ങളോട് അതിക്രമം കാണിക്കുക, പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങൾ എന്ത് ചെയ്യും? വീടുകളില്, സ്കൂളുകളില്, ജോലി ചെയ്യുന്നിടത്ത് എവിടെയാണ് സുരക്ഷിതത്വം ഉള്ളത്? നമ്മൾ കൂടുതൽ ഇപ്പോൾ ഈ സിനിമ ഇടയിലുള്ള ഈ കലാകാരന്മാരുടെ വൈകൃതങ്ങൾ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു അച്ചടക്ക നടപടികൾ ഇവർക്കെതിരെ ഉറപ്പായിട്ടും വേണം. ഇവരുടെ പണി പോയി കഴിയുമ്പോൾ, കാശില്ലാതെ വരുമ്പോൾ എവിടുന്ന് ഇവർ കള്ളു കുടിക്കും, ഇവർ എവിടുന്ന് മയക്കുമരുന്ന് ഇവർക്ക് കിട്ടും? ഇവർക്ക് ഫെയിം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ സിനിമാ നടൻ ആയതുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർ ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവരെ തീർച്ചയായും ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ബാൻ ചെയ്യണം. പണ്ട് സിനിമാ നടൻ തിലകനെ എന്തിനു വിലക്കി? നമ്മുടെ സംഘടനകൾ സിനിമ ആരോട് ചോദിച്ചിട്ട് വിലക്കി? ആ മഹാനടനെ വിലക്കി ആ മഹാനടനൊക്കെ വേക്കൻ്റ് ആക്കി വെച്ചിട്ട് പോയ കസരകൾ ഇന്നെങ്കിലും ആരെങ്കിലും വന്നിരിപ്പുണ്ടോ? ഇനി വരുമെന്നും തന്നെ തോന്നില്ല. അങ്ങനെ വിലക്ക് കാണിച്ച ആ ഒരു ധൈര്യവും ശേഷിയും ഒന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന നടന്മാർക്കെതിരെ സംഘടനകൾ എടുക്കാത്തത്? ഇതെല്ലാം താല്പര്യങ്ങളാണ്. എല്ലായിടത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാത്തവരെ പുറത്താക്കുന്നു. നിൽക്കുന്നവർക്ക് എന്ത് തോന്നിയവാസവും കാണിക്കും. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സിനിമ, അതായത് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സിനിമകൾ ബോളിവുഡിനെ കടത്തിവിട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതാണ് അവസ്ഥയെങ്കിൽ സ്ത്രീകളില്ലാതൊരു സിനിമ എടുക്കാൻ 1-2 സിനിമകൾ പറ്റുമായിരിക്കും, കുട്ടികളില്ലാതെ സിനിമ എടുക്കാനും പറ്റുമായിരിക്കും. പക്ഷേ എക്കാലവും ഈ കണ്ടിന്യൂസ് ആയിട്ടൊന്നും നടക്കില്ല. നല്ല സിനിമകളുടെ ഒരു വേണമെങ്കിൽ, നല്ല സിനിമകൾ റിലീസ് ആക്കപ്പെടണമെങ്കിൽ എല്ലാവരുടെ ഒരു പങ്കാളിത്തം, പ്രത്യേകിച്ചും സേഫ്റ്റി, സ്ത്രീകളുടെ സേഫ്റ്റി മുൻനിർത്തി കൊടുത്തേ മതിയാവും. അതിന് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, ജനങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ പറയുന്ന പോലെ പ്രതിഫലം മേടിക്കാനും റിലീസ് ചെയ്യാനും പ്രൊമോഷൻ ചെയ്യാനും കാണിക്കുന്ന അതേ ശുഷ്കാന്തി അതിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ശാരീരിക സുരക്ഷിതത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും കൂടെ മുൻതൂക്കം നൽകാൻ ഇവർ മടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആ ഒരു സംഭവത്തിന് തീർച്ചയായിട്ടും സംഘടനകൾ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അറിയാത്ത കുറേ സൈക്കോകളുടെ, കുട്ടികളെ ഉപദ്രവിക്കുന്ന സൈക്കോകളുടെ ഒരു കൂട്ടം തന്നെ സിനിമയിൽ നിന്നും ഉണ്ടാകാം, അല്ലെങ്കിൽ സീരിയൽ ഫീൽഡിൽ നിന്നും ഉണ്ടാകാം. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണമെങ്കിൽ ഇതിനുള്ളിലെ സംഘടനകൾ കൈകോർത്ത് പിടിച്ച് ഇതിനുള്ള നടപടികൾ, ഇതിനെതിരായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടേ മതിയാവും.